नमस्कार जी। वित्त मंत्री നമസ്കാരം. ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ജി, റിസർവ് ബാങ്ക് ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് ജി, പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, മാന്യരെ, എല്ലാവർക്കും നമസ്കാരം. കൊറോണയുടെ വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ധനമന്ത്രാലയവും RBIയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് നടത്തിയത്. അമൃത് മഹോത്സവത്തിൻ്റെ ഈ കാലഘട്ടവും 21ാം നൂറ്റാണ്ടിലെ ഈ സുപ്രധാന ദശകവും രാജ്യത്തിൻ്റെ വികസനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. അതിനാൽ RBIക്ക് വളരെ വലുതും സുപ്രധാനവുമായ പങ്ക് വഹിക്കാനുണ്ട്. ടീം RBI രാജ്യത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തുയരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 6-7 വർഷമായി കേന്ദ്ര സർക്കാർ സാധാരണക്കാരുടെ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഒരു റെഗുലേറ്റർ എന്ന നിലയിൽ ഒരു RBI മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നു. സാധാരണക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്താൻ റിസർവ് ബാങ്ക് നിരവധി നടപടികൾ കൈക്കൊണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് അതിലേക്ക് മറ്റൊരു പടി കൂടി ചേർത്തിരിക്കുന്നു. ഇന്ന് ആരംഭിച്ച 2 പദ്ധതികളും രാജ്യത്തെ നിക്ഷേപത്തിൻ്റെ വ്യാപ്തി വിപുലീകരിക്കുകയും നിക്ഷേപകർക്ക് മൂലധന വിപണികളിലേക്കുള്ള പ്രവേശനം എളുപ്പവും സുരക്ഷിതമാക്കുകയും ചെയ്യും. റീറ്റെയിൽ ഡയറക്റ്റ് സ്കീമിലൂടെ രാജ്യത്തെ ചെറുകിട നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കാനുള്ള ലളിതവും സുരക്ഷിതവുമായ ഒരു മാധ്യമം ലഭിച്ചു. ഇന്ന് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിലൂടെ ഒരു രാജ്യം ഒരു ഓംബുഡ്സ്മാൻ സംവിധാനം ബാങ്കിംഗ് മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ബാങ്ക് ഇടപാടുകാരുടെ എല്ലാ പരാതികളും പ്രശ്നങ്ങളും കൃത്യസമയത്ത് യാതൊരു തടസ്സവുമില്ലാതെ പരിഹരിക്കാൻ ഇത് സഹായിക്കും. പരാതി പരിഹാര സംവിധാനം എത്രത്തോളം ശക്തവും സംവേദനക്ഷമവും സജീവവുമാണ് എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണവുമാണിത്. कस्टमर्स की हर शिकायत, हर समस्या का समाधान समय पर बिना परेशानी को हो सकेगा। और मेरा स्पष्ट मत है कि लोकतंत्र की सबसे बड़ी ताकत आप ग्रीवेंस रिड्रेसल सिस्टम में कितने मजबूत हैं, कितने संवेदनशील हैं, कितने प्रोएक्टिव हैं, वही तो लोकतंत्र की सबसे बड़ी कसौटी है। साथियों, अर्थव्यवस्था में സുഹൃത്തുക്കളെ, റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം സമ്പദ് വ്യവസ്ഥയിൽ എല്ലാവരുടെയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മനോഭാവത്തിന് പുതിയ ഉയരങ്ങൾ നൽകാൻ പോകുന്നു. രാജ്യത്തിൻ്റെ വികസനത്തിൽ സർക്കാർ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ പ്രധാന പങ്കിനെക്കുറിച്ച് ആളുകൾക്ക് പൊതുവെ അറിയാം. അഭൂതപൂർവമായ നിക്ഷേപങ്ങളിലൂടെ രാജ്യം ഭൗതികവും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളും നവീകരിക്കുന്ന തിരക്കിലായിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും ചെറിയ നിക്ഷേപകരുടെ പോലും പരിശ്രമവും സഹകരണവും പങ്കാളിത്തവും വലിയ സഹായകമാകും. और सहयोग, भागीदारी
बहुत काम आने वाले हैं। ഇതുവരെ നമ്മുടെ ഇടത്തരക്കാർ, ജീവനക്കാർ, ചെറുകിട വ്യാപാരികൾ, മുതിർന്ന പൗരന്മാർ, അതായത് ചെറുകിട സമ്പാദ്യമുള്ളവർ, സർക്കാർ സെക്യൂരിറ്റികൾ നിക്ഷേപിക്കുന്നതിന് ബാങ്കുകൾ, ഇൻഷുറൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ പരോക്ഷ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നു. സുരക്ഷിത നിക്ഷേപത്തിനുള്ള മറ്റൊരു മികച്ച ഓപ്ഷനാണ് ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ വലിയൊരു വിഭാഗത്തിന് സർക്കാർ സെക്യൂരിറ്റികളിലും രാജ്യത്തിൻ്റെ സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ നേരിട്ടും എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ കഴിയും. ഇന്ത്യയിലെ എല്ലാ സർക്കാർ സെക്യൂരിറ്റികളിലും ഗ്യാരണ്ടീഡ് സെറ്റിൽമെന്റിനുള്ള ഒരു വ്യവസ്ഥയുണ്ടെന്നും നിങ്ങൾക്കറിയാം. ഈ സാഹചര്യത്തിൽ ചെറുകിട നിക്ഷേപകർക്ക് സുരക്ഷിതത്വത്തിൻ്റെ ഉറപ്പ് ലഭിക്കും. ചെറുകിട നിക്ഷേപകർക്ക് സുരക്ഷിതമായ നിക്ഷേപത്തിൽ നല്ല വരുമാനം ലഭിക്കുമെന്ന ഉറപ്പ് ലഭിക്കും. കൂടാതെ രാജ്യത്തെ സാധാരണ മനുഷ്യരുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റ് ക്രമീകരണങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങൾ സർക്കാരിന് ലഭിക്കും. സ്വാശ്രയ ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള പൗരന്മാരുടെയും സർക്കാരിൻ്റെയും കൂട്ടായ ശക്തിയും പരിശ്രമവുമാണിത്. आकांक्षाओं के अनुरूप नया भारत बनाने के लिए जो जो व्यवस्थाएं विकसित करनी चाहिए, इसके लिए जरूरी संसाधन मिलेंगे. और यही तो आत्मनिर्भर भारत के निर्माण के लिए नागरिक और सरकार की सामूहिक शक्ति, सामूहिक प्रयास है. साथियों, आमतौर पर സുഹൃത്തുക്കളെ, പൊതുവെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്പം സാങ്കേതികമായി മാറുകയും തലക്കെട്ട് വായിച്ച് സാധാരണക്കാരൻ ഒഴിവാക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ സാധാരണക്കാരോട് കൂടുതൽ നല്ല രീതിയിൽ വിശദീകരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. സാമ്പത്തിക ഉൾപ്പെടുത്തലിനെക്കുറിച്ച് പറയുമ്പോൾ ഈ രാജ്യത്തെ അവസാനത്തെ വ്യക്തിയെയും ഈ പ്രക്രിയയുടെ ഭാഗമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിദഗ്ധരായ നിങ്ങൾക്ക് ഇക്കാര്യങ്ങളെല്ലാം നന്നായി അറിയാം. പക്ഷേ രാജ്യത്തെ സാധാരണക്കാരെയും കൂടി അതറിയിച്ചാൽ ഇത് വളരെയധികം സഹായിക്കും. ഈ സ്കീമിന് കീഴിൽ ഫണ്ട് മാനേജർമാരുടെ ആവശ്യമില്ലെന്നും റീറ്റെയിൽ ഡയറക്റ്റ് ഗിൽറ്റ് അക്കൗണ്ട് സ്വയം തുറക്കാമെന്നും അവർ അറിഞ്ഞിരിക്കണം. ഈ അക്കൗണ്ട് ഓൺലൈനായി തുറക്കാനും ആളുകൾക്ക് സെക്യൂരിറ്റികൾ ഓൺലൈനായി ട്രേഡ് ചെയ്യാനും കഴിയും. വീട്ടിലിരുന്ന് ശമ്പളമുള്ള ആളുകൾക്കോ പെൻഷൻകാർക്കോ സുരക്ഷിത നിക്ഷേപത്തിനുള്ള മികച്ച ഓപ്ഷനാണിത്. എവിടെയും പോകേണ്ട കാര്യമില്ല. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ വഴി നിങ്ങൾക്ക് വ്യാപാരം നടത്താൻ കഴിയും. ഈ RDG അക്കൗണ്ട് നിക്ഷേപകൻ്റെ സേവിങ്സ് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്യപ്പെടും. അതുവഴി വിൽപ്പനയും വാങ്ങലും സ്വയമേവ സാധ്യമാകും. അത് ജനങ്ങൾക്കുണ്ടാക്കാവുന്ന സൗകര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. लिंक होगा जिससे सेल परचेज ऑटोमेटिक, खरीद फरोख्त का जो काम है ऑटोमेटिक संभव हो सकेगा. आप कल्पना कर सकते हैं लोगों को इससे कितनी आसानी होगी. साथियों, फाइनेंशियल इंक्लूजन, സുഹൃത്തുക്കളെ, നിക്ഷേപത്തിൻ്റെ എളുപ്പത്തിലും ബാങ്കിംഗ് സംവിധാനത്തിലും പൊതുജനങ്ങളുടെ വിശ്വാസവും സൗകര്യവും പോലെ പ്രധാനമാണ് സാമ്പത്തിക ഉൾപ്പെടുത്തലും എളുപ്പത്തിലുള്ള പ്രവേശനവും. ശക്തമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ ബാങ്കിംഗ് സംവിധാനം വളരെ പ്രധാനമാണ്. 2014 മുമ്പുള്ള വർഷങ്ങളിൽ രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തിനുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം.
അന്നത്തെ സ്ഥിതി എന്തായിരുന്നു? കഴിഞ്ഞ 7 വർഷങ്ങളിൽ NPAകൾ സുതാര്യതയോടെ അംഗീകരിക്കപ്പെട്ടു. പരിഹാരത്തിലും വീണ്ടെടുക്കലിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പൊതുമേഖലാ ബാങ്കുകൾ വീണ്ടും മൂലധനവൽക്കരിക്കപ്പെട്ടു. സാമ്പത്തിക വ്യവസ്ഥയിലും പൊതുമേഖലാ ബാങ്കുകളിലും ഒന്നിലധികം പരിഷ്കാരങ്ങൾ നടപ്പാക്കി. നേരത്തെ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തിയിരുന്ന മനഃപൂർവ്വം വീഴ്ച വരുത്തിയവർക്ക് ഇനി വിപണിയിൽ നിന്നും പണം സ്വരൂപിക്കാൻ കഴിയില്ല. പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തൽ, തീരുമാനമെടുക്കൽ, ട്രാൻസ്ഫർ പോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം, ചെറിയ ബാങ്കുകളെ ലയിപ്പിച്ച് വൻകിട ബാങ്കുകൾ സൃഷ്ടിക്കൽ, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡിൻ്റെ രൂപീകരണം എന്നിങ്ങനെയുള്ള നടപടികളിലൂടെ ബാങ്കിംഗ് മേഖലയ്ക്ക് പുതിയ വിശ്വാസവും ഊർജവും തിരിച്ചെത്തുകയാണ്. मार्केट से फंड जुटाने का रास्ता बंद कर दिया गया है. पब्लिक सेक्टर बैंकों से जुड़ी गवर्नेंस में सुधार हो, डिसीजन मेकिंग, ट्रांसफर पोस्टिंग से जुड़ी आजादी हो, छोटे बैंकों को मर्ज कर बड़े बैंकों का निर्माण हो, या फिर नेशनल एसेट रिकंस्ट्रक्शन कंपनी लिमिटेड की स्थापना हो. इन सभी कदमों में आज बैंकिंग सेक्टर में नया विश्वास, नई ऊर्जा लौट रही है. साथियों, बैंकिंग सेक्टर को और मजबूत करने के लिए സുഹൃത്തുക്കളെ, ബാങ്കിംഗ് മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സഹകരണ ബാങ്കുകളെയും RBIയുടെ പരിധിയിൽ കൊണ്ടുവന്നു. ഇത് ഈ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിന് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് നിക്ഷേപകരുടെ വിശ്വാസവും ഈ സംവിധാനത്തിൽ ശക്തമാവുകയാണ്. നിക്ഷേപകരുടെ താൽപ്പര്യം മുൻനിർത്തിയാണ് സമീപകാലത്ത് പല തീരുമാനങ്ങളും കൈക്കൊണ്ടത്. ഒരു രാജ്യം, ഒരു ഓംബുഡ്സ്മാൻ സംവിധാനം ഡെപ്പോസിറ്റിൻ്റെയും നിക്ഷേപകരുടെയും പ്രതിബദ്ധത ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആരംഭിച്ച പദ്ധതി ബാങ്കുകൾ, NBFCകൾ, പ്രീപെയ്ഡ് ഉപാധികൾ എന്നിവയിലെ 44 കോടി ലോൺ അക്കൗണ്ടുകളും 220 കോടി ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളുമുള്ളവർക്ക് നേരിട്ട് ആശ്വാസം നൽകും. RBI നിയന്ത്രിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അക്കൗണ്ട് ഉടമകളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനും ഇപ്പോൾ ഒരൊറ്റ പ്ലാറ്റ്ഫോം ഉണ്ടാകും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പരാതി പരിഹാരത്തിനായി അക്കൗണ്ട് ഉടമയ്ക്ക് മറ്റൊരു എളുപ്പ ഓപ്ഷൻ ലഭിച്ചു. ഉദാഹരണത്തിന്, മുമ്പ് ആർക്കെങ്കിലും ലക്നൌവിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അയാൾ ഡൽഹിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ലക്നൌവിലെ ഓംബുഡ്സ്മാനോട് മാത്രമേ പരാതിപ്പെടാൻ കഴിയൂ. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്നും പരാതി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ലഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ, സൈബർ തട്ടിപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി RBI ഈ പദ്ധതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിപുലമായി ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബാങ്കുകളും അന്വേഷണ ഏജൻസികളും തമ്മിലുള്ള മികച്ച ഏകോപനം ഇത് ഉറപ്പാക്കും. എത്രയും വേഗം നടപടി സ്വീകരിക്കുന്നുവോ തട്ടിപ്പ് തുക തിരിച്ചു പിടിക്കാനുള്ള സാധ്യത അത്രയും കൂടുതലാണ്. അത്തരം നടപടികളിലൂടെ ഡിജിറ്റൽ പെനിട്രേഷൻ്റെയും ഉപഭോക്താവിനെ ഉൾക്കൊള്ളുന്നതിൻ്റെയും വ്യാപ്തിയും ഉപഭോക്താവിൻ്റെ വിശ്വാസവും വർദ്ധിക്കും. जितनी जल्दी एक्शन होगा, फ्रॉड से निकाली गई रकम की रिकवरी की संभावनाएं उतनी ही अधिक होगी.
ऐसे कदमों से डिजिटल पेनिट्रेशन और कस्टमर इंक्लूसिवनेस का दायरा भी बड़े विश्वास के साथ बढ़ेगा, കസ്റ്റമർ का भरोसा और बढ़ेगा. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോവിഡിൻ്റെ ദുഷ്കരമായ സമയത്തിനിടയിലും ഇൻക്ലൂഷൻ മുതൽ സാങ്കേതിക സംയോജനവും മറ്റ് പരിഷ്കാരങ്ങളും വരെയുള്ള രാജ്യത്തിൻ്റെ ബാങ്കിംഗ് സാമ്പത്തിക മേഖലകളിലെ ശക്തി നമ്മൾ കണ്ടു. സാധാരണക്കാരെ സേവിക്കുന്നതിൽ സംതൃപ്തിയും ഇത് ഉറപ്പാക്കുന്നു. സർക്കാരിൻ്റെ ബിഗ് ടിക്കറ്റ് തീരുമാനങ്ങളുടെ ഫലങ്ങൾ വിപുലീകരിക്കാൻ RBIയുടെ തീരുമാനങ്ങളും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എടുത്ത ധീരമായ തീരുമാനങ്ങൾക്ക് RBI ഗവർണറെയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടീമിനെയും ഞാൻ പരസ്യമായി അഭിനന്ദിക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി പ്രകാരം 2.9 ലക്ഷം കോടിയിലധികം രൂപയുടെ വായ്പകൾ അനുവദിച്ചിട്ടുണ്ട്. $1.25 കോടിയിലധികം ഗുണഭോക്താക്കളെ, കൂടുതലും MSMEകളെയും നമ്മുടെ ഇടത്തരം ചെറുകിട സംരംഭകരെയും അവരുടെ സംരംഭങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇത് സഹായിച്ചു. इसकी मदद से 1.25 करोड़ से अधिक लाभार्थियों ने अपना उद्यम और मजबूत किया है. इसमें से अधिकतर MSMEs हैं, हमारे मध्यम वर्ग के छोटे उद्यमी हैं. साथियों, कोविड काल में ही സുഹൃത്തുക്കളെ, കോവിഡ് കാലത്ത് തന്നെ ചെറുകിട കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നതിന് സർക്കാർ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഇതിന് കീഴിൽ 2.5 കോടിയിലധികം കർഷകർക്ക് KCC കാർഡുകളും ലഭിച്ചു. അവർക്ക് ഏകദേശം 2.75 ലക്ഷം കോടിയുടെ കാർഷിക വായ്പകളും ലഭിച്ചു. കൈവണ്ടികളിലും മറ്റും പച്ചക്കറികളിലും മറ്റു സാധനങ്ങളും വിൽക്കുന്ന 26 ലക്ഷത്തോളം വഴിയോര കച്ചവടക്കാർക്ക് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ 26 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് നൽകിയ ഗണ്യമായ പിന്തുണ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഈ പദ്ധതി അവരെ ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിൽ ഇത്തരം പല ഇടപെടലുകളും വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. इस योजना से उन्हें बैंकिंग सिस्टम से भी जोड़ दिया है. ऐसे अनेक इंटरवेंशन ने गांव और शहरों में आर्थिक गतिविधियों को फिर से शुरू करने में बहुत महत्वपूर्ण भूमिका निभाई है. സുഹൃത്തുക്കളെ, 6-7 വർഷം മുമ്പ് വരെ ബാങ്കിംഗ്, പെൻഷൻ, ഇൻഷുറൻസ് തുടങ്ങിയവ ഇന്ത്യയിൽ ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബ് പോലെയായിരുന്നു. സാധാരണ പൗരന്മാർ, പാവപ്പെട്ട കുടുംബങ്ങൾ, കർഷകർ, ചെറുകിട വ്യാപാരി വ്യവസായികൾ, സ്ത്രീകൾ, ദളിതർ, പിന്നാക്കക്കാർ എന്നിവർക്ക് ഈ സൗകര്യങ്ങളെല്ലാം വളരെ അകലെയായിരുന്നു. പാവപ്പെട്ടവർക്ക് ഈ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ചുമതലയുള്ളവരും അത് ശ്രദ്ധിച്ചില്ല. പകരം ഒരു മാറ്റവും പാടില്ല എന്ന വ്യവസ്ഥാപിത പാരമ്പര്യം നിലനിന്നിരുന്നു. പാവപ്പെട്ടവൻ്റെ മുന്നിൽ വാതിലുകൾ അടയ്ക്കുമ്പോൾ പലതരം വാദങ്ങളും ന്യായങ്ങളും നിരത്തി. ബാങ്ക് ശാഖയില്ല, ജീവനക്കാരില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണമില്ല എന്നിങ്ങനെ പറയാൻ അവർക്ക് നാണമില്ലായിരുന്നു. എന്ത് തരത്തിലുള്ള വാദങ്ങളാണ് അപ്പോഴൊക്കെ നൽകിയത്? ഉൽപാദനക്ഷമമല്ലാത്ത സമ്പാദ്യവും അനൗപചാരികവുമായ വായ്പയും കാരണം സാധാരണ പൗരൻ്റെ സ്ഥിതിയും മോശമാവുകയും രാജ്യത്തിൻ്റെ വികസനത്തിൽ അവരുടെ പങ്കാളിത്തം നിസ്സാരമായി മാറി. പെൻഷനും
ഇൻഷുറൻസും സമ്പന്ന കുടുംബങ്ങൾക്ക് മാത്രമാണെന്ന് വിശ്വസിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ്. ഇന്ന് സാമ്പത്തിക ഉൾപ്പെടുത്തൽ മാത്രമല്ല, എളുപ്പത്തിലുള്ള പ്രവേശനവും ബാങ്കിംഗ്, സാമ്പത്തിക മേഖലകളിൽ ഇന്ത്യയുടെ ഐഡന്റിറ്റിയായി മാറുകയാണ്. ഇന്ന് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും 60 വയസ്സിന് ശേഷം പെൻഷൻ പദ്ധതിയിൽ ചേരാം. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നിവയ്ക്ക് കീഴിൽ ഏകദേശം 38 കോടി രാജ്യവാസികൾക്ക് 2 ലക്ഷം രൂപ വീതം ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. രാജ്യത്തെ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ബാങ്ക് ശാഖയുടെയോ ബാങ്കിംഗ് കറസ്പോണ്ടന്റിൻ്റെയോ സൗകര്യമുണ്ട്. ഇന്ന് രാജ്യത്തുടനീളം ഏകദേശം 8.5 ലക്ഷം ബാങ്കിംഗ് ടച്ച് പോയിന്റുകളുണ്ട്. ഇത് ഓരോ പൗരൻ്റെയും ബാങ്കിംഗ് സംവിധാനത്തിലേക്കുള്ള പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ജൻധൻ യോജനയ്ക്ക് കീഴിൽ 42 കോടിയിലധികം സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ചു. അതിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇന്ന് നിക്ഷേപിക്കപ്പെടുന്നത്. മുദ്ര പദ്ധതിയിലൂടെ സ്ത്രീകൾ, ദളിത്, പിന്നാക്ക, ആദിവാസികൾ എന്നിവരിൽ നിന്നുള്ള വ്യാപാരികളുടെയും വ്യവസായികളുടെയും ഒരു പുതിയ തലമുറ ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ സ്വനിധി പദ്ധതിയിലൂടെ തെരുവ് കച്ചവടക്കാർക്കും സ്ഥാപനപരമായ വായ്പയിൽ ചേരാൻ കഴിഞ്ഞു. जीरो बैलेंस बैंक अकाउंट खोले गए, जिसमें आज गरीब के हजारों करोड़ रुपए जमा है. मुद्रा योजना से महिलाओं, दलित, पिछड़े, आदिवासियों में व्यापारियों, कारोबारियों की एक नई पीढ़ी सामने आई है. और स्वनिधि योजना से रेडी, ठेला, फेरी चलाने वाले भी इंस्टीट्यूशनल लैंडिंग से जुड़ पाए हैं. साथियों, लास्ट माइल फाइनेंशियल इंस्टीट्यूशन से സുഹൃത്തുക്കളെ, ഡിജിറ്റൽ ശാക്തീകരണവും അവസാന മൈൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ വിപുലീകരിച്ചതും രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ ശക്തി നൽകി. 31 കോടിയിലധികം റുപേ കാർഡുകളും 50 ലക്ഷം POS എംപോസ് മെഷീനുകളും രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമാക്കി. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ കാര്യത്തിൽ ഇന്ത്യയെ ലോകത്തെ മുൻനിര രാജ്യമാക്കി UPI മാറ്റി. കേവലം 7 വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ കാര്യത്തിൽ ഇന്ത്യ 19 മടങ്ങ് കുതിച്ചുയർന്നു. ഇന്ന് നമ്മുടെ ബാങ്കിംഗ് സംവിധാനം 24 മണിക്കൂറും 7 ദിവസവും 12 മാസവും ഏതു സമയത്തും രാജ്യത്ത് എവിടെയും പ്രവർത്തിക്കുന്നു. കൊറോണ കാലത്ത് അതിൻ്റെ ഗുണങ്ങളും നമ്മൾ കണ്ടതാണ്. साथियों, आरबीआई का एक संवेदनशील रेगुलेटर होना, സുഹൃത്തുക്കളെ, RBI ഒരു സെൻസിറ്റീവ് റെഗുലേറ്റർ ആയിരിക്കുകയും മാറുന്ന സാഹചര്യങ്ങൾക്കായി സ്വയം തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ വലിയ ശക്തിയാണ്. ഫിൻടെക്കിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ എങ്ങനെയാണ് ആഗോള ചാമ്പ്യന്മാരാകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഈ രംഗത്ത് സാങ്കേതിക വിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾ ഇന്ത്യയെ നവീകരണങ്ങളുടെ ആഗോള ശക്തി കേന്ദ്രമാക്കി മാറ്റി. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ നിയന്ത്രണ സംവിധാനങ്ങൾ ഈ മാറ്റങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തുകയും നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങളെ ലോക നിലവാരത്തിൽ നിലനിർത്തുന്നതിന് അനുയോജ്യമായതും ശാക്തീകരിക്കുന്നതുമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
साथियों, हमें देश के नागरिकों की आवश्यकताओं को केंद्र में रखना ही होगा. സുഹൃത്തുക്കളെ, രാജ്യത്തെ പൗരന്മാരുടെ ആവശ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിക്ഷേപകരുടെ വിശ്വാസം തുടർച്ചയായി ശക്തിപ്പെടുത്തുകയും വേണം. സെൻസിറ്റീവും നിക്ഷേപക സൗഹൃദവുമായ ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ ഇന്ത്യയുടെ പുതിയ ഐഡന്റിറ്റിയെ RBI ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്ന് എനിക്കുറപ്പുണ്ട്. ഒരിക്കൽ കൂടി ഈ വമ്പിച്ച പരിഷ്കാരങ്ങൾക്കായുള്ള സംരംഭങ്ങൾക്കും സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്കും എല്ലാ പങ്കാളികൾക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. आप सबको बहुत बहुत शुभकामनाएं देता हूं. बहुत बहुत धन्यवाद.